ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇനി പുതിയ ആസ്ഥാന മന്ദിരം. ഡൽഹി കൊല്ല റോഡിലെ ഇന്ദിരാ ഭവനാണ് പുതിയ മേൽവിലാസം. പുതിയ ആസ്ഥാനം കോൺഗ്രസിന് ഊർജ്ജം നൽകുമെന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ലക്ഷക്കണക്കിന് പേരുടെ ത്യാഗത്തിന്റെ പ്രതീകമെന്ന് രാഹുൽ ഗാന്ധി. പുതിയ ആസ്ഥാന മന്ദിരത്തിന് മൻമോഹൻ സിംഗിന്റെ പേര് നൽകണമായിരുന്നുവെന്ന് BJP. 4 പതിറ്റാണ്ടിന്റെ ചരിത്രം സൂക്ഷിക്കുന്ന 24 അക്ബർ റോഡിലെ പാർട്ടി ആസ്ഥാന കേന്ദ്രത്തിൽ നിന്നാണ് കോൺഗ്രസ് പുതിയ മേൽവിലാസത്തിലേക്ക് മാറിയത്. കോട്ട്ല റോഡിലെ 6 നിലകളിലായാണ് പുതിയ ആസ്ഥാന മന്ദിരം. പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി, അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ ചേർന്ന് പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ദേശീയ നേതാക്കൾ, മുൻ മന്ത്രിമാർ, PCC അധ്യക്ഷന്മാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിനെത്തി. പുതിയ പാർട്ടി ആസ്ഥാനം പ്രവർത്തകർക്ക് ഊർജ്ജം പകരുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. कांग्रेस मुख्यालय हमारे देश के लिए एक स्कूल ऑफ डेमोक्रेसी है और इसका हम सभी लोग आदर करते हैं. നിർണായക സമയത്താണ് പുതിയ മന്ദിരം ലഭിച്ചതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോഹൻ ഭാഗവതിന്റെ സ്വാതന്ത്ര്യ പരാമർശത്തെയും BJP നയങ്ങളെയും രാഹുൽ ഗാന്ധി വിമർശിച്ചു. കോൺഗ്രസിന്റെ ഭരണഘടനാ ആശയവും RSSന്റെ ആശയവും തമ്മിലാണ് പോരാട്ടമെന്ന് രാഹുൽ ഗാന്ധി. There are two visions of the self in India in conflict. One is our idea, the idea of the constitution, and the other is the idea of the RSS. And he has the audacity to say this publicly. In any other country he would be arrested and tried. That is the fact. പുതിയ പാർട്ടി ആസ്ഥാനത്തിന് മുൻപിൽ സർദാർ മൻമോഹൻ സിംഗ് ഭവൻ എന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും അത് വിവാദമാക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് നേതാക്കൾ. മന്ദിരത്തിന്റെ പേര് ഇന്ദിരാ ഭവൻ എന്നാണെന്ന് AICC തന്നെ വ്യക്തമാക്കിയതാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ തന്നെ മൻമോഹൻ സിംഗിനെ കോൺഗ്രസ് അപമാനിച്ചിരുന്നുവെന്ന് BJP ആരോപിച്ചു. പുതിയ ആസ്ഥാന മന്ദിരത്തിന് മൻമോഹൻ സിംഗിന്റെ പേര് നൽകണമായിരുന്നുവെന്ന് അമിത് മാളവ്യ പ്രതികരിച്ചു. പുതുചരിത്രം കുറിക്കാമെന്ന വലിയ പ്രതീക്ഷയോടെയാണ് പുതിയ വിലാസത്തിലേക്കുള്ള കോൺഗ്രസിന്റെ മാറ്റം. സംഘടനാ തലത്തിലടക്കം ഇനി മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ആശിഷ് മട്ടുവിനൊപ്പം വിനീത VG 24.